ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ ആണ് ഫിഫ വേൾഡ് കപ്പ് 2026 സെക്കൻഡ് സെമി ഫൈനൽ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. ഇന്നൊരെണ്ണം കഴിഞ്ഞുള്ളൂ, എല്ലാരും കണ്ടതാണ്. ഈ 1ാം സ്ഥാനം മുതൽ 4ാം സ്ഥാനം വരെ നിൽക്കുന്ന ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. എന്നാലും വളരെ ദുർബലരായ വളരെ മോശം ടീമാണ് ഞങ്ങളുടേത് അർജന്റീന. അല്ല, ഈ 4 ടീമിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ ഫോം വെച്ചിട്ട് ഏറ്റവും മോശം അത് അർജന്റീന തന്നെയാണ്. അത് മാത്രല്ല, നമ്മുടെ ടീം അല്ലാതെ തന്നെ വളരെ മോശം. അതെ, നമ്മളത് അംഗീകരിക്കും. നമുക്ക് ഒന്നിനുള്ള കഴിവില്ല. നമ്മൾ അതൊക്കെ വെച്ച് നമ്മുടെ ഒരു എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഭാഗ്യം. പിന്നെ റഫറിമാരുടെ സപ്പോർട്ട്, ഫിഫയുടെ സപ്പോർട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇംഗ്ലണ്ടിനെ കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുകയാണ്. എന്തായാലും ശക്തമായ കളി എന്നുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ശക്തമായ കളി തന്നെയായിരിക്കും. ഇന്നത്തെ കളി നമ്മൾ കണ്ടല്ലോ, എമ്മാരി മികച്ച കളിയായിരുന്നു. അതുകൊണ്ട് ആരും വലുത് ആരും ചെറുത് എന്നുള്ള സാധനമൊന്നുമില്ല. കളിച്ചാ ജയിക്കും, അല്ല കളിച്ച് ജയിക്കണം. അതെ, നല്ല പോലെ അധ്വാനിച്ചാൽ മുഖത്തൊരു ചിരിയോടെ ഗ്രൗണ്ടിൽ നിന്ന് കയറാം, ഇല്ലെങ്കിൽ കരച്ചിലോടെ അവിടെ ഇരിക്കാം. പിന്നെ അത് മാത്രല്ല, നമ്മൾ പരീക്ഷിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്യുന്ന എന്തും നമുക്ക് അനുകൂലമാകുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ദിവസം നമ്മുടേതാവണം. അതെ, സാഹചര്യവും സന്ദർഭവും ഇതെല്ലാം ഒത്തുവരണം എന്ന് പറഞ്ഞില്ലേ, അതെല്ലാം നമുക്ക് അനുകൂലമായിട്ടും കൂടി വരണം. അതൊന്നും അങ്ങനെ തന്നെ വരട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. കുറച്ച് നാളുകളായിട്ട് അർജന്റീനയ്ക്ക് ആ ഒരു അനുകൂലത ഉണ്ട്. കുറേ കാലങ്ങൾക്ക് മുൻപ് ഈ അനുകൂലം ഇല്ലായിരുന്നു. നമ്മള് കഷ്ടപ്പെട്ട് കരഞ്ഞ് മാനിഫെസ്റ്റേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നേടിയെടുത്താണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ ഈ വേദനിപ്പിക്കുന്ന കാലഘട്ടമൊക്കെ എന്നോ കഴിഞ്ഞു പോയി. ഇപ്പോ അതിന്റെയൊക്കെ പ്രായശ്ചിത്തം ഇപ്പം അതായത് ഈ ഫുട്ബോളിന് എപ്പോഴും ഉള്ളതാണ് ലക്ക് എന്ന് പറയുന്ന സാധനം, കാവ്യനീതി. അതന്നെ, ആ ഒരു ലക്ക് 2021 മുതൽ അർജന്റീനയുടെ കൂടെ ഉണ്ട്. അത് പല മത്സരങ്ങളിലും നമുക്ക് കണ്ടിട്ടുമുണ്ട്. ഈ വേൾഡ് കപ്പിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. പുറത്തായി എന്ന് പറഞ്ഞു നിന്ന കളിയാണ് ഈജിപ്തിനോട് ഉണ്ടായിരുന്ന കളി. ആ ലാസ്റ്റത്തെ ഒരു 12 മിനിറ്റ് ആ ലക്കാണ് ശരിക്കും തിരിച്ച് നമ്മളെ കൊണ്ടുവന്നത്. അങ്ങനെ കുറെ സാഹചര്യങ്ങൾ, സന്ദർഭം, ഇതെല്ലാം എപ്പോഴും ഒത്തു വരണം. ഇല്ലെങ്കിലാണ് പ്രശ്നം. ഇല്ലെങ്കിലാണ് വീഡിയോ ഒക്കെ വെച്ചിട്ട് ഇരുന്ന് കരയേണ്ടി വരുന്നത്. ടെൻഷൻ അടിച്ചിട്ട് പാടില്ല. സത്യമായിട്ട് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഭയങ്കരമാണ്, നമ്മൾ വലിയ സംഭവമാണെന്നുള്ള രീതിയിലുള്ള ഒരു അഹങ്കാരമില്ല. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കടന്നുകൂടിയാൽ മതി എന്നുള്ളൊരു ചിന്ത. ജയിച്ചാൽ മതി. ഏതവിടെ വലിയ സംഭവം കാണിക്കണമെന്നോ അങ്ങനത്തെ ഒന്നുമല്ല. കളിക്കണം, ജയിക്കണം. എന്തായിരിക്കും നമ്മുടെ ഇന്നത്തെ ടീമിന്റെ ഒരു മാറ്റം? എന്തായാലും മാറ്റം ഉണ്ടാവും. കാരണം അങ്ങനത്തെ വളരെ മോശം കളിയായിരുന്നു സ്വിറ്റ്സർലാൻഡിനോട് നമ്മുടെ അർജന്റീന കാഴ്ചവെച്ചത്. അപ്പൊ എന്തായിരിക്കും ഒരു വിങ് തന്നെ മൊത്തത്തിൽ മോശമാണ്. കാരണം ഡീപോളാണ്. ഡീപോൾ മാറുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഡീപോളിന് പകരം സിമിയോണി വരാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞു കേൾക്കുന്ന ഒരു ന്യൂസ് വെച്ചിട്ട് സിമിയോണി ആ സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും എവേ ജേഴ്സിയിലാണ് നമ്മൾ ഈ മാച്ചിന് ഇറങ്ങുന്നത്. 5 തവണ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നടന്നിട്ടുണ്ട്. അതിൽ 3 തവണ ഇംഗ്ലണ്ടും 2 തവണ അർജന്റീനയാണ് ജയിച്ചിട്ടുള്ളത്. 2 തവണ ജയിച്ചപ്പോഴും എവേ ജേഴ്സി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗ്യം തന്നെയാണ് ഇവര് പിന്തുടരുന്നത്. അതായത് ചോദിച്ചു വാങ്ങിയ ജേഴ്സിയാണ്. അതിലൊരു പ്രത്യേക കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. അവര് ചോദിച്ചു വാങ്ങിയാന്നൊക്കെ പറഞ്ഞു. അതെ, ഞങ്ങൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങുമ്പോഴേ. അതെ, അപ്പോൾ ആ ഒരു ത്രില്ലുണ്ട്. പിന്നുള്ളത് ടീമിന്റെ ഘടന മാറ്റുമെന്നുള്ളത് തന്നെയാണ്. ഫോർമേഷൻ മാറാൻ സാധ്യതയുണ്ട്, ടീമിൽ നല്ല മാറ്റം വരാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേ അഴിച്ചുപണികൾ നടത്തിയിട്ട് അത് ഭയങ്കരമായ വലിയൊരു പരീക്ഷണത്തിന് എന്തായാലും സ്കലോണി തയ്യാറാവില്ല. ഒരിക്കലുമില്ല. ഇതിനകത്ത് 1-2 മാറ്റങ്ങളല്ലാതെ ഫസ്റ്റ് ഇറങ്ങുന്ന ഫസ്റ്റ് 11 വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഡീപോളിന് പകരം സിമിയോണി വരാൻ സാധ്യത. ഇനി സിമിയോണി അല്ലെങ്കിൽ നമ്മുടെ ഗോൺസാലസ് വരും. ഗോൺസാലസ് വരുമ്പോൾ ഈ വിങ്ങിലേ വരുള്ളൂ, അൽമേഡന്റെ ഒക്കെ ഭാഗത്ത്. അപ്പൊ എന്ത് ചെയ്യും, മാക്കലിസ്റ്ററിനെ എടുത്തിട്ട് ഡീപോളിന്റെ ഭാഗത്തേക്ക് ഇടും. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പോകുന്നുള്ളൂ. ഇപ്പോൾ അൽവാരസ്, മെസ്സി, ഇതായിരിക്കും നമ്മുടെ അറ്റാക്ക്. അതിനുശേഷം മിഡ് എൻസോ,
മാക്കലിസ്റ്റർ മാറ്റോ എൻസോനെ മാറ്റോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അതിന് സാധ്യതല്ല. അവിടെ അവര് നല്ല ഫോമിലാണ് അവര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റം വരുത്താൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ ഒരു ഇതിന് ചിലപ്പോ വിങ് മാറ്റി ഇട്ടേക്കാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തേക്കാം, അല്ലാതെ മാറാൻ ഗോൺസാലസ് വരുന്നുണ്ടെങ്കിൽ ഗോൺസാലസ് ഈ വിങ്ങിലാണ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ റൈറ്റിലേക്ക് ഇടും, അതായത് ഡീപോളിന്റെ സ്ഥാനത്തേക്ക്. ഇനി ഡീപോളിന് പകരം സിമിയോണിയാണ് വരുന്നതെങ്കിൽ സിമിയോണി തന്നെ ആ ഒരു ഭാഗത്ത് വരും. പിന്നെ നല്ല സ്പീഡും ഭയങ്കരമായ അറ്റാക്കുകൾ ചെയ്യും, നല്ല രീതിയിൽ. അതെ, അത് ബോളുകൾ കൂടുതൽ ഫ്രണ്ടിലേക്ക് കിട്ടാനുള്ള ഒരു വഴി വെക്കുന്ന ആളാണ് സിമിയോണി. സ്പീഡുമാണ്. അതെ, അതുകൊണ്ട് തന്നെ നല്ല മാറ്റമായിരിക്കാം. അതായത് ഈ ഇംഗ്ലണ്ടിനെ പോലെയുള്ള ഒരു ടീമിനോട് കളിക്കുമ്പോൾ ഈ സ്പീഡും ഇതൊക്കെ നോക്കുന്ന 1-2 പ്ലെയേഴ്സ് ടീമിൽ വേണം. പിന്നെ ഡിഫൻസിലാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ ശരിയായ രീതിയിൽ വിലയിരുത്താതിട്ടാണ്. അതായത് ഡിഫൻസിലല്ല നമ്മുടെ പ്രശ്നം, ഡിഫൻസിൽ പൊട്ടുന്നത് മിഡിലെ പ്രശ്നമാണ്. അപ്പോൾ മിഡിൽ മാക്കലിസ്റ്ററും എൻസോയും പിന്നെ ഗോൺസാലസ് ഒന്നുകൂടി ഭയങ്കരമായിട്ട് ഡിഫൻസീവ് രീതിയിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആൾ ആ വിങ്ങിൽ വരാൻ സാധ്യത ഉണ്ട്. ഇല്ലെങ്കിൽ എൻസോ അതുപോലെ മാക്കലിസ്റ്റർ ആ വിങ്ങിൽ രണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ആ ഒരു ഫോർമേഷൻ ട്രൈ ചെയ്യും, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ. പിന്നെ പെരഡസ് ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് നിൽക്കും. പിന്നെ ഇപ്പുറത്ത് സിമിയോണിയോ അല്ലെങ്കിൽ അവിടുന്ന് മാക്കലിസ്റ്ററിനെ ഇങ്ങോട്ടിടും. പിന്നെ ബാക്കിലേക്ക് മൊളീനക്ക് പകരം മേ ബി ചിലപ്പോൾ മോണ്ടിയൽ ആയിരിക്കാം. ഡിഫെൻസീവ് രീതിയിൽ ശക്തമാക്കാനാണെങ്കിൽ മോണ്ടിയലും, എന്നാൽ അറ്റാക്ക് ചെയ്യണമെന്നുള്ള മൂഡാണെങ്കിൽ മൊളീനയും വരും. ഇതിനകത്ത് എന്തെന്ന് അറിയോ, ഏറ്റവും കൂടുതൽ ശരിക്കും ഈ ബാക്ക് പ്രതിരോധം കുറച്ച് കൂടുതൽ ഇംഗ്ലണ്ടിനോട് കളിക്കുമ്പോൾ എപ്പോഴും ശക്തമാക്കണം. കാരണം കൗണ്ടർ അറ്റാക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് അവർ ബോൾ എടുത്ത് വരുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു മിഡിൽ നിൽക്കുന്ന അർജന്റീനക്കാർ അല്ലെങ്കിൽ അപ്പുറത്തെ എതിർ പോസ്റ്റ് നിൽക്കുന്ന അർജന്റീനൻ കളിക്കാർക്ക് പോലും അവർ ഒപ്പം ഓടിയെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ബുദ്ധിമുട്ടാണ് അവർ യൂസ് ചെയ്യാൻ നിൽക്കുന്നതും ആ ബുദ്ധിമുട്ടാണ് ഇവിടെ തടഞ്ഞു നിർത്തേണ്ടത്. അതാണ് വ്യത്യാസം. ഇവിടെ മൊളീന അല്ലെങ്കിൽ മോണ്ടിയൽ, പിന്നെ റൊമേറോ, പിന്നെ നമ്മുടെ ലിച്ച, അതായത് ലിസാൻഡ്രോ മാർട്ടിനസ്, പിന്നെ ടഗ്ലിയാഫിക്കോ. ലിസാൻഡ്രോ മാർട്ടിനസ് എപ്പോഴും ഒരു മുത്താണ് കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ കളിയിലും നമ്മൾ കണ്ടതാ. എന്റെ മോനെ ഏതാണ് ആ ബോള് തടഞ്ഞിട്ടത്, ഗോൾ എത്തുന്നതിന്റെ മുന്നെയാണ് ആ ബോള് താട്ടി ഒഴിവാക്കിയത്. ഭയങ്കരമായിട്ട് അത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ അതായത് ഈ വിങ് ഓക്കെയാണ്, ഈ വിങ്ങിലാണ് പ്രശ്നങ്ങളുള്ളത്. ആ വിങ്ങിൽ ഇത് കുറച്ചുകൂടി ശക്തമാക്കുമ്പോൾ, അതായത് അറ്റാക്കിങ്ങും അതുപോലെ തന്നെ ഡിഫെൻസീവ് രീതിയിലുള്ള ഒരു ശൈലി ഉണ്ടല്ലോ, അതും കൂടി ശക്തമാക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ടീമായി മാറും അർജന്റീന എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ടീമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏത് ടീമിനോടും കിടപിടിക്കാം എന്നുള്ളൊരു സാധനം, ആ ഒരു സാധനത്തിലേക്ക് വരും. പിന്നെ നമുക്കറിയാം പ്ലേ മേക്കറായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എപ്പോഴും മെസ്സി എന്ന് പറയുന്ന ഒരാൾ. ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങി കളിക്കും, കയറേണ്ടതാണെങ്കിൽ കയറി കളിക്കും. അത് മറ്റുള്ളവർക്ക് അവിടെ കഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആള് ബാക്ക് ഇറങ്ങി കളിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കുറെ എന്തായാലും കൂടുതലും മാർക്ക് ചെയ്യുന്നത് മെസ്സിനെ തന്നെയായിരിക്കും ഇംഗ്ലണ്ട് ടീം, അല്ലെ? ഉറപ്പായിട്ടും മെസ്സിനെ ആയിരിക്കും അവിടെ മാർക്ക് ചെയ്യുക. ആ സമയത്ത് അൽവാരസിന് നല്ല ഹോപ്പ് ഉണ്ട്, അതേപോലെ സിമിയോണിക്കും ഉണ്ട്. സിമിയോണിയൊക്കെ നല്ലോണം കയറി നല്ല സ്പീഡ് ആളാണ്, കുത്തിപ്പൊളിന്റെ ആളാണ്. അതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത്ലറ്റിക്കോ മാഡറിലെ ആള് ചത്ത് കളിക്കും. അതായത് ഈ സിമിയോണിന്റെ മകനായതുകൊണ്ട് തന്നെ, അതായത് മകന്റെ ആ ഒരു ഇതിന്റെ കോട്ടയിൽ കയറിയതാണ് എന്നുള്ളൊരു ചീത്ത പേര് അച്ഛന് വരരുത് എന്നുള്ളതുകൊണ്ട് അച്ഛന്റെ കോട്ടയിൽ കയറിയതാണ് ആ ഒരു ഇതുകൊണ്ട് മരിച്ച് കളിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കളി ഇപ്പോഴും ആളുടെ ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. എപ്പോഴും ആ ഒരു സ്പീഡ് കാണാം, ആ ഒരു സ്പീഡ് വേണം. അതായത് എപ്പോഴും ബാർക്കോയ്ക്കുണ്ട്. ബാർക്കോ ഇതുവരെ കളിച്ചിട്ടില്ല എന്ന് മാത്രമേ. ബാർക്കോ ഒരു സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേ സാധനമാണ്. ജോർദാനോട് കളിച്ചിട്ടുണ്ട് അല്ലേ ബാർക്കോ? കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അർജന്റീന ഫാൻസിന് മറവി കൂടും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറികടക്കണതിനെ. അതെ, മറവി കൂടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇത് ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെയാ സ്കലോണി കൊണ്ടിരുന്നത്, ആരെയൊക്കെ കൊണ്ട് ഇറക്കണമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. ഇത് ഒരു സെക്കൻഡിലൊക്കെ 4-5 പേരൊക്കെയാണ് വന്ന് മാറിപ്പോണത്. ഇത് എവിടുന്ന് ഓർത്തിരിക്കാനതൊക്കെ. സ്പെയിനൊക്കെ വളരെ ഈസി ആയിട്ട് മറികടന്നു. എന്തെങ്കിലും ടെൻഷൻ അവർക്ക് ഉണ്ടായിരുന്നോ? നമ്മളൊരു ഗോൾ ഇട്ട് കഴിയുമ്പോൾ 2 ഗോൾ ഇട്ടുന്നിരുത്, എന്നാലും ഡിഫൻസിലേക്ക് വലിഞ്ഞിട്ട് നമ്മളെ തീറ്റിച്ച് കൊന്നിട്ടേ നിൽക്കുള്ളൂ. അതൊരു സത്യം കേട്ടോ. അർജന്റീനയുടെ കളിയൊക്കെ എടുത്ത് നോക്കി അറിയാം. അതായത് ചെറിയ ടീമിനോടാണെങ്കിലും വലിയ ടീമിനോടാണെങ്കിലും നിങ്ങൾ പറയുന്ന പോലെ കേട്ടോ, ഞങ്ങൾക്ക് അവരാരും ചെറിയ ടീമല്ല, ഞങ്ങൾക്ക് അവരൊക്കെ വലിയ ടീമുകളാണ്. നമുക്ക് ഒരേ ഒരു ചെറിയ ടീമുള്ളൂ,
അത് ഞങ്ങളുടെ അത് ഞങ്ങള് അത് അന്നും ഇന്നും ഞങ്ങൾ എല്ലാം സൂപ്പർ ടീമാണ്. എന്താ ആ ഒരു മാറ്റം, അത് ആ ഒരു കളികൾ എടുത്ത് നോക്കി അറിയാം. നമ്മളെ കൊല്ലാതെ കൊല്ലുക എന്ന് പറഞ്ഞ രീതിയിലാണ് അർജന്റീന കളിച്ചിട്ടുള്ളൂ. ഒരു കളിയിൽ പോലും ഒരു ആധിപത്യത്തോടെ ഞങ്ങൾ ജയിച്ച ഫസ്റ്റ് കളി മാത്രമേ ഉള്ളൂ. അത് അൾജീരിയനോടുള്ള കളിയും പിന്നെ ജോർദാനോട് ഓസ്ട്രിയനോടുള്ള കളി. ഈ 3 കളികൾ മാത്രമേ ആധിപത്യത്തോടെ ജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം തീ തീറ്റിച്ചുകൊണ്ടാണ് ജയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്നും തീ തീറ്റിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അതും കാത്തിരിക്കുകയാണ്. ഞങ്ങൾ എപ്പോഴോ എന്തോ ഒരു വികാരത്തിന്റെ പുറത്ത് പറഞ്ഞു പോയി, ടെൻഷൻ ഇല്ലാതെ കാണാൻ പോകുന്ന വേൾഡ് കപ്പ് ആണെന്ന്. അത് ഞങ്ങൾ തിരിച്ചെടുത്തു. അല്ലേ, അതെന്താന്നറിയാം ആ വികാരത്തിന്റെ സംഭവം എന്താണെന്നറിയോ? നമ്മള് കളി തുടങ്ങുന്ന സമയം മുതല് കപ്പടിക്കുന്നതിനെ കുറിച്ചോ ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. കളിച്ചു, ജയിച്ചില്ല അത്രേ ഉള്ളൂ, ആ മൈൻഡിലായിരുന്നു. പക്ഷെ 3 കളി കഴിഞ്ഞ് ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു പകുതി അങ്ങ് വന്നു. എന്നാ പിന്നെ ഒന്ന് ഇതുവരെ എത്തിയല്ലോ, എന്നാ പിന്നെ സെമി ഒന്ന് കഴിഞ്ഞിട്ട് പോകണ്ടേ, അല്ലെങ്കിൽ ഫൈനൽ വരെ ഒന്ന് കയറണ്ടേ. ആ ഒരു വികാരം ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഈ സംഭവം വരുന്നത്, ടെൻഷൻ കൂടുന്നത്. എന്താണ് കാര്യം പ്രത്യേകം പറയാനുണ്ട്. അതായത് നമുക്ക് എതിരാളികളായിട്ട് ഇനി വരുന്ന ആൾക്കാർ, ഇപ്പോൾ സ്പെയിനാണല്ലോ ഫൈനൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഈ സെമി കളിക്കുന്നത് ഇംഗ്ലണ്ടുമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എന്തായാലും ഫ്രാൻസൊക്കെ പോയി, ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു പൊടിക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ഒരു മൈൻഡിൽ നിങ്ങളൊരു സാധ്യത കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പ് നഷ്ടപ്പെടും. അങ്ങനത്തെ ചിന്തയെ പാടില്ല. നമ്മൾ എവിടെയാണോ തോൽക്കുന്നത് അന്ന് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് കണക്കൂട്ടിയിരിക്കുക. ആരുന്നൊന്നുമില്ല, നമ്മുടെ 2ാം ടീമെന്നോ 3ാം ടീമെന്നോ അവർ പാവല്ലേ, അവരൊക്കെ നേടിയെടുത്തോട്ടെ എന്ന് പോലും ചിന്തിക്കരുത്. മക്കളെ, എവിടെയാണോ പണി കിട്ടുന്നത് അവിടുന്ന് നമ്മളെ കുഴി തോണ്ടി അവിടെ മൂടിയിട്ട് ഇവര് അതിന്റെ മുകളിൽ കയറിയിരുന്ന് ആസ്വദിക്കും. എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ചിന്ത അർജന്റീന ഇല്ല. അങ്ങനത്തെ ഒരു സാധനമേ തോന്നുന്നില്ല. അത് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ മുകളിൽ കയറിയിരിക്കും. അതിന്റെ മുകളിലെ പട്ടികൾ 2 വാഴ നടും. സീരിയസ് ആയിട്ട് പറഞ്ഞ കുഴിച്ചിട്ട് നമ്മക്കേ മാന്യത ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മൾ അടിച്ചപ്പോ നിങ്ങൾ വേൾഡ് കപ്പ് അടിച്ചിട്ട് എന്താ ഇങ്ങനെ? അത് നമ്മുടെ നാട്ടിലെ ബ്രസീൽ ആരാധകർ ചോദിച്ചാണ് നമ്മളോട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാത്തത്? നമ്മൾ ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, നമുക്ക് എല്ലാം ആയി എന്നുള്ളതും നമുക്ക് ഇവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നേടി നമ്മൾ ഇതൊക്കെ കാണിക്കണം എന്നുള്ള ചിന്തയില്ല. ലോകത്തിന് മുമ്പിൽ കാണിച്ചല്ലോ, നമ്മളത് തീർന്നു എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. എന്നാൽ അവരായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കൂല എന്ന് അവര് തന്നെ നമ്മുടെ മുഖത്ത്. അതിന് ഇപ്പൊ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. അവരിപ്പം ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജ് റൗണ്ടിൽ വന്നപ്പോ പുറത്തായി കഴിഞ്ഞതിന് ശേഷം അർജന്റീനയുടെ ഓരോ കളി നടക്കുമ്പോഴും ഇവര് പെരുമാറുന്ന രീതി വെറുതെ ഒന്ന് നോക്കിയാൽ മതി. അവര് തോറ്റപ്പോ നമ്മൾ എന്തെങ്കിലും നമ്മൾ അങ്ങനെ ആ ഒരു മാന്യത ഒന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കും. അതുകൊണ്ട് തന്നെ അർജന്റീനൻ ഫാൻസ് എപ്പോഴും ഒന്ന് ഒരുങ്ങിയിരിക്കുക. തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നേരത്തെ പറഞ്ഞ പോലെ കുഴിയും കുഴിച്ച് വാഴ നട്ടിട്ടേ പോകുള്ളൂ. ഇപ്പൊ അർജന്റീന ജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജയിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്കുള്ള ന്യായീകരണങ്ങൾ എത്രത്തോളം ഉണ്ടാവും. അപ്പൊ തോറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ കണക്കുകൾ ഉണ്ടാവും, എണ്ണത്തിൽ വരും. ഒന്ന് ശ്രദ്ധിച്ചോളാം, അത്രേ ഉള്ളൂ. ഞങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. അതെ, ജയത്തിൽ കുറഞ്ഞ് എന്ത് സംഭവിച്ചാലും തീർന്ന് ശ്രദ്ധിച്ചോളാം. വളരെ ഞാൻ അതാ പറഞ്ഞത്. എനിക്ക് ഓർമ്മ ഉണ്ടറാ, പണ്ട് ഫസ്റ്റ് IPL നടക്കുന്ന സമയത്തേ ഞാൻ കട്ട മുംബൈ ഇന്ത്യൻസ് ആരാധകനാണല്ലോ. അപ്പൊ എനിക്ക് ഈ രാജസ്ഥാനോട് പ്രത്യേക താല്പര്യമുണ്ട്. അപ്പൊ ദ്രാവിഡാണല്ലോ, ദ്രാവിഡിന് അന്ന് നാട്ടുകാർ ടെസ്റ്റ് കളിക്കുന്ന പ്ലെയർ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുമല്ലോ. അപ്പോൾ ആ ഒരു അപമാനമൊക്കെ മാറിയിട്ട് എന്നെ ഇതിനും പറ്റുമടാ എന്ന് ദ്രാവിഡ് തെളിയിച്ചിട്ട് മുംബൈ ഇന്ത്യൻസിനെ തന്നെ, അത് മുംബൈ ഇന്ത്യൻസും രാജസ്ഥാനും, അതിൽ രാജസ്ഥാൻ ജയിച്ചോട്ടെ. അത് രാജസ്ഥാനല്ല, ബാംഗ്ലൂരാണ് തോന്നുന്നത്. അതായത് ആരാണോ ദ്രാവിഡ അന്ന് ആദ്യം കളിച്ചത് എതിരാണോ ആ ടീമാണ്. അന്ന് മുംബൈ ഇന്ത്യൻസിനെ ഈ ടീം തോൽപ്പിച്ചോട്ടെ എന്ന് ഞാൻ മനസ്സിലന്ന് വെറുതെ ഒന്ന് ആഗ്രഹിച്ചു. ഒരു നിമിഷത്തിൽ ഒരു പൊടിക്ക് ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴേ അതിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നമ്മുടെ ടീം മുംബൈ ആണ് എന്നുള്ളതിലേക്ക്. പക്ഷെ ആ ചിന്തിച്ച ചിന്തയിൽ അന്ന് തോറ്റു. ആ തോൽവിയിൽ നിന്ന് ഞാൻ അറിഞ്ഞതാണ്. അതായത് കട്ടക്ക് കൂടെ നിന്നിരുന്ന ദ്രാവിഡിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കുറഞ്ഞ ബോളിൽ 50 അടിച്ച ആളാണ് ദ്രാവിഡ്. അതൊക്കെ പറഞ്ഞ് വാദിക്കുന്ന, മറ്റുള്ളവർക്കെതിരെ ഇവരുടെ കൂടെ നിന്ന് വാദിച്ചിരുന്ന ആളാണ് ഞാൻ. എന്നിട്ട് ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ
ദ്രാവിഡിന് വേണ്ടി വാദിച്ചിരുന്ന, അവരുടെ കൂടെ നിന്ന് സഹായിച്ചിരുന്ന എനിക്കെതിരെ അവർ തിരിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, മക്കളെ, നിങ്ങൾ സ്പെയിൻ നിങ്ങളുടെ രണ്ടാമത്തെ ടീമാണെന്നോ അല്ലെങ്കിൽ മെസ്സിയുടെ വളർത്തുപുത്രനാണെന്നോ ഒന്നും പറഞ്ഞിട്ട് മെസ്സി ബോയ് ആണ് യമാല് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അതിലൊന്നും ഒരു കഥ ഉണ്ടാവില്ല. വിവരം ഇതേ സാധനം 2006 ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, അതായത് ജർമ്മനിയോട് തോറ്റപ്പം. കാരണം അതിനുശേഷമാണ് ബ്രസീൽ ഔട്ടാകുന്നത്, അർജന്റീനയാണ് ആദ്യം പുറത്തായത്. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്. അമ്മാര് ഡയലോഗുകളായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അവര് പോയപ്പോ പോലും നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു സാധനം തന്നെ ഫീൽ, എന്താ നമ്മളും പോയി അവരും പോയല്ലോ എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചുള്ളൂ. അല്ലാതെ ഇവര് ചെയ്ത പോലെ നമ്മൾ തിരിച്ചു ചെയ്തിട്ടില്ല. സത്യമായിട്ടും അത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ശരിക്കും 2022 വേൾഡ് കപ്പ് കിട്ടിയ ദിവസം അന്ന് ചെയ്തവന്മാരൊക്കെ വീട്ടിൽ പോയിട്ട് പൊട്ടിക്കണമായിരുന്നു. അതുപോലും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മള് നമ്മുടെ സന്തോഷം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ അവരെ പോയി മീറ്റ് ചെയ്യാം. അതെ, രാത്രി ഞാൻ കാണാൻ വന്നതാ. ഞാൻ ഇവന്റെ അടുത്ത് പോയി പിന്നെ ജസ്റ്റ് ഒന്ന് കുറച്ച് മിഠായി മേടിച്ചു. ഇതല്ലാതെ വേറൊരു പരിപാടി ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരെയും വീട്ടിലുള്ള എല്ലാവരും, അതായത് കുടുംബത്തിൽ വീട്ടിലുള്ളവർ മാത്രമല്ല മൊത്തത്തിൽ എല്ലാ കുടുംബത്തിനും കൊണ്ടുപോയിട്ട് പോസ്റ്റ് ആയി കൊടുക്കും. ഇതാണ് ഞാൻ ചെയ്തത്. ഈ പ്രാവശ്യം തന്നെ ഓഫർ. ഇതൊക്കെയാണ് നമ്മുടെ ആഘോഷം. അല്ലാണ്ട് മറ്റുള്ളവന്റെ നെഞ്ചത്ത് കയറുന്നിട്ട് പൊങ്കാലിടുന്ന സ്വഭാവം നമുക്കില്ല. എന്താണെങ്കിലും ഇത് പറയാൻ കാരണം ഈ ഒരു സാധനം എപ്പോഴും മനസ്സിൽ കരുതിക്കോളണം എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് സെമിയിൽ ഫ്രാൻസ് പോയത് കൊണ്ട് തന്നെ പകുതി കഴിഞ്ഞു. അതെ, ഇനിയിപ്പോ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോ നമ്മൾ തോറ്റാലും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരെ കണ്ടു. അതുകൊണ്ട് പറയാം. പിന്നെ സ്പെയിനല്ലേ കയറിയത്, സ്പെയിനെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ അതൊന്നും പാടില്ല കേട്ടോ. വിവരം അറിയും. കാരണം എന്താണെന്നറിയോ, അർജന്റീന തോൽക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ലക്ഷ്യമുള്ളൂ. എതിർ ടീം ആരായാലും വിഷയമല്ല. ഇവരെ 7-1 സവണപ്പ് കുടിപ്പിച്ച് തോൽപ്പിച്ച ടീമാണെങ്കിൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യും. നമുക്കെതിരെ ആണെങ്കിൽ ഉറപ്പായിട്ടും അതാണ് ടീം, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പം എന്താണെങ്കിലും നാളെ കാണാൻ ഇനി എന്താ സംഭവിക്കാന്ന് അറിഞ്ഞൂടാ, നോക്കാം. അപ്പൊ എന്താണെങ്കിലും ബൈ.